ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സംസ്കാര മിലനത്തിൻ്റെ നൃത്തം ചവിട്ടു എന്ന വിഷയത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ് സ്തുതി, നിന്ന ഇവയിൽ സമാന സ്ഥിതി. ഇന്നത്തെ അവ്യക്ത സൂചന: പരസ്പരം സ്നേഹിയായി തീരണമെങ്കിൽ സംസ്കാരങ്ങളെയും സങ്കല്പങ്ങളെയും ഒരുമിപ്പിക്കണം. എന്നാൽ ശ്രദ്ധയുണ്ടായിരിക്കൂ. താങ്കളുടെ സ്ഥിതിയുടെ ആധാരത്തിലായിരിക്കരുത്. ഇല്ലെങ്കിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. പല കുട്ടികളും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തിൻ്റെ ഇച്ഛ വയ്ക്കുന്നു. സ്തുതിയുണ്ടെങ്കിൽ മാത്രം സ്ഥിതി നല്ലതായി തീരുന്നു. അഥവാ ആരെങ്കിലും നിന്ദിച്ചാൽ നിർധനരായുകയും തീരുന്നു. തൻ്റെ സ്ഥിതി ഉപേക്ഷിച്ച് പരസ്പരം അകൽച്ചയുണ്ടാകുന്നു. എന്നാൽ നിന്നാസ്തുതി എന്നിവയിൽ സമാന സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമാണ് സംസ്കാരങ്ങൾ തമ്മിൽ ഉരസാതിരിക്കൂ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. തൻ്റെ സ്ഥിതിയെ ഏകരസമാക്കി മാറ്റുന്നതിനായി ബാബ ദിവസേന നമുക്കൊരുപാട് ആഴത്തിലുള്ള പോയിന്റ്സ് നൽകുന്നുണ്ട്. വാസ്തവത്തിൽ യോഗിയുടെ യഥാർത്ഥ അർത്ഥം തന്നെ ഇതാണ്. എന്തെല്ലാം തരത്തിലുള്ള പരിതസ്ഥിതികൾ വന്നിരുന്നാലും തൻ്റെ സ്ഥിതിയെ സദാ ഏകരസമാക്കി വയ്ക്കുക, വളരെ കാമാക്കി, വളരെ ശാന്തമാക്കി, ശീതളമാക്കി വയ്ക്കുക എന്നതാണ്. നിന്ന, സ്തുതി ഇവ രണ്ടിലും സമാന സ്ഥിതിയായിരിക്കണം. ആരെങ്കിലും നമ്മെ സ്തുതിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുകയും, അതുപോലെ ആരെങ്കിലും നമ്മെ നിന്ദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി ആകെ മോശമായി വളരെ സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ശരിയല്ലല്ലോ. ചില കുട്ടികളിങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തൻ്റെ സ്ഥിതി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവരങ്ങനെ പറഞ്ഞു, ഇവർ ഇങ്ങനെ പറഞ്ഞു എന്ന്. അവർ പറഞ്ഞത് പ്രകാരമായിരിക്കുമോ ഞാൻ എന്ന് ചിന്തിക്കും. എന്നാൽ ബാബ നമുക്ക് ഈ ഒരു അഭ്യാസം തന്നിട്ടുണ്ട്, ആത്മാഭിമാനി സ്ഥിതിയുടെ അഭ്യാസം. ഞാൻ എന്തെല്ലാം പാർട്ട് അഭിനയമാണോ പുറമെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പലതരത്തിലുള്ള അഭിനയങ്ങളായിരിക്കാം. പക്ഷേ ആന്തരികമായി ഞാൻ ആത്മാവാണെന്നുള്ള പൂർണ്ണ ബോധമുണ്ടായിരിക്കണം. ഞാൻ സ്നേഹിയാണ്, ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ് എന്നീ സ്വമാനത്തിൻ്റെ അഭ്യാസം ചെയ്യണം. ഈ ഒരു സ്വമാനത്തിൻ്റെ സ്ഥിതി, അതായത് മനസാ വാച കർമ്മണ പരിശുദ്ധമായി ഞാൻ ഇരിക്കുകയാണെങ്കിൽ, ഇതിനെ നിലനിർത്തുകയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും കാരണത്താൽ എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, ശരിയല്ലാത്ത കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കേണ്ട ആവശ്യമല്ല. കാരണം അത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ സ്വമാനത്തിൻ്റെ സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാനാവൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അഥവാ കമൻസിൻ്റെ ആധാരത്തിൽ എനിക്കൊരിക്കലും എൻ്റെ സ്ഥിതി ഇളക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് ശരിയല്ല എങ്കിൽ എനിക്കതൊട്ടും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വമാനത്തെ അല്ലെങ്കിൽ എൻ്റെ സ്വരൂപത്തെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ അഥവാ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ ആധാരത്തിൽ എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വമാനത്തിൻ്റെ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവനവനെ ബഹുമാനിക്കാൻ സാധിക്കാവുന്നതാണ്. പിന്നീട് ആരെന്ത് പറഞ്ഞാലും എനിക്കത് ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രഭാവം എന്നെ വരുത്തുകയില്ല. സ്വയം അന്തർമുഖിയായിട്ട് അവനവനെ നോക്കൂ. എനിക്ക് എവിടെയാണ് എന്നെ തിരുത്തേണ്ടത് എന്നുള്ളത്, അവനവനെ പുരോഗതിയിലേക്ക് ഏത് കാര്യത്തിലാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നോക്കൂ. അല്ലാതെ അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ സ്ഥിതിയെ കേടുവരുത്തരുത്. നിന്നയിലും സ്തുതിയിലും സമാന സ്ഥിതി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പരസ്പരം വളരെ സ്നേഹത്തോടെ യോജിപ്പോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സംസ്കാരങ്ങളുടെ യോജിപ്പ് ആവശ്യമാണ്, ചിന്തകളുടെ യോജിപ്പ് ആവശ്യമാണ്. എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ നിന്ന അഥവാ സ്തുതി ആധാരമാക്കിയിട്ടായിരിക്കരുത് നമ്മുടെ സ്ഥിതി. പലർക്കും താൻ ചെയ്യുന്നതിൻ്റെ ഫലത്തിൻ്റെ ഇച്ഛ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രകാരത്തിലാണ് തൻ്റെ സ്ഥിതിയും അവർ നിലനിർത്തുന്നത്. താൻ ചെയ്തതിനെക്കുറിച്ച് ആരെങ്കിലും മോശമായത് പറയണമെങ്കിൽ അവരാകെ മൂഡ് ഓഫ് ആകുന്നു. പിന്നീട് പരസ്പരം അകന്നു പോകുന്നു. എപ്പോഴും സ്വമാനത്തിൻ്റെ സ്ഥിതിയിൽ ഏകരസത്തോടെ ഇരിക്കണമെങ്കിൽ ബാബ നമ്മളെക്കുറിച്ച് എന്താണ് മുരളിയിലൂടെ പറയുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. ഈഗോയിൽ നിന്ന് മുക്തമാക്കുന്നതിനായി, ദേഹാഭിമാനത്തിൽ നിന്നും മുക്തമാക്കുന്നതിനായാണ് ബാബ നമ്മെ ആത്മസ്ഥിതിയുടെ അഭ്യാസം ചെയ്യിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്നയിലും സ്തുതിയിലും സമാന സ്ഥിതിയായിരിക്കും.